വെൽക്കം ടു സ്റ്റോറീസ് ടെല്ലർ ഭാഗം 14. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അമൃത രാവിലെ തന്നെ അച്ചുവിനോട് പറഞ്ഞ് ശ്രീദേവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. തിരിച്ചു ചെന്നതിനു ശേഷം അവൾക്ക് പാർട്ട് ടൈം ജോബിന് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് നഗരം ഉണരുന്നതിന് മുമ്പ് തന്നെ അവൾ ശ്രീദേവിന്റെ വീട്ടിലേക്ക് പോയി. രാവിലെ ഇറങ്ങിയപ്പോ മുതൽ അവളുടെ മനസ്സിനെന്തോ ഒരു അസ്വസ്ഥത രൂപപ്പെട്ടിരുന്നു. അച്ചുവിന് രാവിലെ മുതൽ ക്ഷീണത്തിലാണ്. ഒരു ദിവസം ഉഷാറിലായാൽ അടുത്ത 2 ദിവസം അവൻ കിടപ്പിലാവും. ഇതിപ്പോ കുറച്ചു നാളായിട്ട് ഇങ്ങനെയാണ് അവസ്ഥ. വണ്ടിയിൽ കയറി ശ്രീദേവിന്റെ അപ്പാർട്ട്മെന്റിൽ എത്താൻ നേരം അവളുടെ ചിന്ത അച്ചുവിൽ നിന്ന് ശ്രീദേവിലേക്ക് എത്തി. താൻ ഇന്നത്തെ ദിവസം അവന്റെ കൂടെ ചിലവഴിച്ചാൽ അവൻ ആ കേസ് പിൻവലിക്കുന്നുള്ള കാര്യത്തിൽ എന്തുറപ്പാ ഉള്ളത്? അവന്റെ വാശി വെച്ച് നോക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഇനി നെക്ലേസ് തരാനായിരിക്കോ ഇന്ന് കാണണമെന്ന് പറഞ്ഞത്? പക്ഷേ അത്രയും ആഴത്തിൽ നിന്ന് അത് തപ്പിയെടുക്കുന്നത് പ്രയാസമാണെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത്? ഇനിയിപ്പോ എന്താ, വേറെന്തെങ്കിലും ആണോ അവന്റെ മനസ്സിലിരിപ്പ്? അവൾക്ക് ആലോചിച്ചിട്ട് പ്രത്യേകിച്ചൊരു ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പാർട്ട്മെന്റ് ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് കടന്നു. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ അന്ന് അവസാനമായി പാർവതിയുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് അവൾക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അവൾ കോളിംഗ് ബെൽ അടിച്ചു. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റതുപോലെ അവൻ വന്ന് കതക് തുറന്നു. മുടിയെല്ലാം പാറിപ്പറന്ന് ഉറക്കപ്പിച്ചയോടെയുള്ള കണ്ണുകളും ഉഷാറില്ലാത്തൊരു മുഖവും കണ്ടപ്പോൾ അവൾക്ക് അവനോടൊരു വാത്സല്യം അനുഭവപ്പെട്ടു. ഗുഡ് മോർണിംഗ് അമൃത, അവൻ ഉറക്കച്ചവടപ്പോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ദേവ്. അമൃത ചിരിച്ചെന്ന് വരുത്തി അവനെയും വിഷ് ചെയ്തു. നീ ഇത്ര രാവിലെ ഇങ്ങോട്ട് എത്തുന്ന ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി. നീ വല്ലതും കഴിച്ചോ? അവൻ റൂമിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഇല്ല എന്നവൾ മറുപടി പറയുമ്പോഴേക്കും അവൻ പറഞ്ഞു, നീ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്ക്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എനിക്ക് നല്ല വിശപ്പുണ്ട്. അല്ല നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എന്തോ ഓർത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഓക്കെ ദേവ്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അമൃത അടുക്കളയിലേക്ക് ചെന്നു. കിച്ചണില് വല്ല സാധനങ്ങളും ഉണ്ടോന്ന് ചോദിക്കാൻ അവൾ മറന്നുപോയി. കബോർഡുകളെല്ലാം തുറന്നു നോക്കിയപ്പോൾ അവയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറുതെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇവനിവിടെ തീറ്റയും കുടിയൊന്നും ഇല്ലേ എന്നവൾ അത്ഭുതപ്പെട്ടു. ഫ്രിഡ്ജിൽ ആകെപ്പാടെ 4-5 കൂൾ ഡ്രിങ്ക്സ് കുപ്പികളും എന്നോ കഴിച്ചു ബാക്കിയായ ചിക്കൻ കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാ ഇവനിവിടെ കഴിയുന്നത് എന്നാലോചിച്ച് അവൾ നെറ്റിച്ചൊളിച്ചു. റൂമിൽ നിന്നും വെള്ളം വീഴുന്നതിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ പുറത്തിറങ്ങി. റോഡിന്റെ എതിർവശത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് തിരികെ വന്നു. അവൻ ഫ്രഷായി എത്തിയപ്പോഴേക്കും അവൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്ത് വെച്ച് മുട്ട പൊട്ടിക്കുമ്പോഴാ അവൻ വന്നത്. അവൾ പ്ലേറ്റിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്ത് കഴിച്ച് അവളുടെ അടുത്ത് വന്നിരുന്നു. നീ എങ്ങനെയാ ദേവ് ഇവിടെ ജീവിക്കുന്നത്? നീ ഒന്നും കഴിക്കാറില്ലേ? അമൃത സംശയത്തോടു കൂടെ ചോദിച്ചു. ഹാ, അവൻ അലസമായി മൂളി. ഈ കൂൾ ഡ്രിങ്ക്സ് ആണോ നീ എപ്പോഴും കുടിക്കുന്നത്? ഇത് ശരീരത്തിന് എത്ര ഹാംഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിനക്ക്. ഈ ശാസന അവനോടുള്ള സ്നേഹമായിരുന്നു. അത് പിന്നെ അവനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ അപ്പോഴേക്കും അവനൊരു കോഫി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാം, അത് കുടിച്ചാ മതി, അവള് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചതിനു ശേഷം അവൾ വേഗം മാങ്ങ നുറുക്കി മിക്സിയിലിട്ടു. കുറച്ചു ദിവസത്തേക്കുള്ള മാംഗോ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ അവിടുത്തെ വീട്ടുകാരിയാണെന്ന് അവന് തോന്നിപ്പോയി. അത്രയും മെയ്വഴക്കത്തോടെയായിരുന്നു അവൾ അവിടുത്തെ ഓരോ ജോലിയും വേഗം വേഗം തീർത്തത്. 5 വർഷം കഴിഞ്ഞെങ്കിലും അവളുടെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. താമരപ്പൂ പോലുള്ള അവളുടെ മുഖം ആരെയും അവളുടെ ആരാധകനാക്കും. ദേഷ്യപ്പെടുമ്പോൾ അവളുടെ മുഖത്തിനൊരു പ്രത്യേക ഭംഗിയാണെന്ന് അവൻ എപ്പോഴും പറയും. ഓരോന്ന് പറഞ്ഞ് അവളെ പ്രകോപിപ്പിക്കുന്നത് അവന്റെ ഒരു വിനോദമായിരുന്നു. ദേഷ്യം പിടിക്കുന്ന നേരത്ത് അവളുടെ തർക്കുത്തരങ്ങൾ കേൾക്കാൻ അവന് ഇഷ്ടമായിരുന്നു. അമൃത, അവൻ അവളെ വിളിച്ചു. എല്ലാം കഴിഞ്ഞ് കിച്ചൺ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അമൃത തിരിഞ്ഞു നിന്ന് അവനോട് ചോദിച്ചു, എന്താ കഴിക്കാറായോ? ഞാനിതാ എത്തി. അല്ല, ഞാൻ നിന്നോട് വീട്ടുജോലിക്കല്ല വരാൻ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വന്നേ, ശ്രീദേവ് പറഞ്ഞു. ആ ഇതാ വരുന്നു, അമൃത അവനെ നോക്കാതെ പറഞ്ഞു. ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണേ, ഇന്ന് കഴിഞ്ഞാ പിന്നെ നമ്മളിനി ഒരിക്കലും കാണില്ല. അടുത്തു വന്നിരുന്ന അമൃതയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവനെ എഴുന്നേറ്റ് പോയി ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ഡെയിലി റുട്ടീനാണ്. ഇനി 24 മണിക്കൂർ മാത്രം എന്റെ കൂടെയുള്ള നീ വിചാരിച്ചാൽ അത് മാറ്റാനൊന്നും പറ്റില്ല. അവളെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശം. എന്നാ അവൾക്ക് പക്ഷെ അവനോടൊന്നും പറയാൻ തോന്നിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് അവളൊരു കസേരയിൽ ഇരുന്നു. അവനും അവളുടെ തൊട്ടടുത്ത് എതിർവശത്തുള്ള കസേരയിൽ വന്നിരുന്നു. വീടിന്റെ എന്താവശ്യത്തിനും ഞാനിനി പാർവതിയെ വിളിച്ചോളാം, അവൾ പറഞ്ഞപ്പോ ഓക്കെ എന്ന് അവനും സമ്മതിച്ചു. ബ്രെഡ് ഓംലേറ്റ് കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവളോട് പറഞ്ഞാ മതി, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നിന്നെ അറിയിക്കാം. അല്ല, നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, അവൻ കൂട്ടിച്ചേർത്തു. അവൾ അധികം ഒന്നും സംസാരിക്കാതെ അവൻ പറയുന്നത് മാത്രം കേട്ടിരുന്നു. നിനക്കിനി 24 മണിക്കൂറുണ്ട്, എങ്ങോട്ടെങ്കിലും പോവണമെങ്കിൽ പറഞ്ഞു, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്നാ അമൃത അവന്റെ ഈ പെട്ടെന്നുള്ള ചോദ്യത്തിൽ മറുപടി ഇല്ലാതിരുന്നു.
എന്തു പറയണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ അവളുടെ ഫോൺ റിങ് ചെയ്തത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് ഹാളിലേക്ക് പോയി. അത് മാത്യു ആയിരുന്നു. ഡോക്ടർ മാത്യു ഫിലിപ്പ്. അച്ചുവിനെ കൊല്ലങ്ങളായി ചികിത്സിക്കുന്നത് അദ്ദേഹമാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെ അവര് തമ്മില് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു. അമൃതയുടെ എല്ലാ പ്രശ്നങ്ങളും, ശ്രീദേവിന്റെ കാര്യം പോലും അവൾ മാത്യുവിനോട് പറഞ്ഞിരുന്നു. മറ്റാരോടും പറയാൻ പറ്റാത്ത എന്തും ഓടിച്ചെന്ന് മുഖവരയില്ലാതെ പറയാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു ഡോക്ടർ മാത്യു. അങ്ങനെ ഫോണിൽ അവന്റെ പേര് കണ്ടപ്പോഴേ അവൾ ആശങ്കയോടെയാ ആ കോൾ അറ്റൻഡ് ചെയ്തത്. ഹായ് മാത്യു, എന്താ വിളിച്ചത്? മാത്യുവിന്റെ പേര് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മാത്യു പറയാണ്, അമൃതേ, ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് വരണം. അവന്റെ ശബ്ദം അത്ര ഗൗരവത്തോടെ മുൻപൊന്നും അവള് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചെന്ന് പറയൂ. ശ്രീദേവ് കേൾക്കാതിരിക്കാൻ പരമാവധി ശബ്ദം കുറച്ചാണ് അവള് മാത്യുവിനോട് ചോദിച്ചത്. അച്ചുവിന്റെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്. അവൻ പെട്ടെന്ന് തലകറങ്ങി വീണു. ഹാർട്ടിന്റെ പ്രവർത്തനം നിന്നു. ICUയിൽ കയറ്റിയിരിക്കണേ. കുറച്ച് ക്രിട്ടിക്കലാ. അമൃതേ, നീ ഒന്ന് വേഗം വരാമോ? അവൻ ഇനി എത്ര സമയം കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. മാത്യു വേറൊന്നും പറയാൻ നിൽക്കാതെ ആ കോള് കട്ട് ചെയ്തു. മാത്യു പറഞ്ഞ അവസാന വാചകങ്ങൾ കേട്ടതും അവൾക്ക് ഉള്ളിൽ നിന്നൊരാന്തൽ തലയ്ക്കുള്ളിലേക്ക് കയറി. കഴിച്ചതെല്ലാം വയറ്റിൽ കിടന്ന് ഞെരിപിരി കൊള്ളുന്നത് പോലെ. തലകറങ്ങി വീണേക്കുമെന്നുള്ള പേടിയിൽ അവൾ ആ സോഫയിലിരുന്നു. ഇരുന്ന ഇരിപ്പിൽ ഒരു മരവിപ്പിക്കുന്ന തണുപ്പ് തന്നെ മൂടിക്കളയുമോന്ന് അവൾ ഭയന്നു. അച്ചുവിനെ അധിക സമയം നമ്മളോടൊപ്പം ഉണ്ടാവില്ലെന്നുള്ള വാചകം അവളുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം നിശ്ചലയായി അവൾ ഇരുന്നു. എന്നിട്ട് ബാഗ് എടുത്ത് ധൃതിയിൽ പുറത്തേക്കിറങ്ങി. അവനോടൊന്നും മിണ്ടാതെയാ അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയത്. ലിഫ്റ്റിനടുത്ത് എത്തിയതും പുറകെ വന്ന ശ്രീദേവ് അവളുടെ കൈ പിടിച്ചു. നീ എന്താ ചെയ്യുന്നത്? എങ്ങോട്ടാ പോകുന്നത്? എന്നോടൊരു വാക്കുപോലും പറയാതെ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോണം. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എവിടേക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവ് അവളെ കൂടുതൽ മുറുകെ പിടിച്ചു. എനിക്ക് പോണം ദേവ്, എന്നെ വിട്. അവൾ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മനസ്സിൽ അച്ചുവിന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ അല്ലേ പറഞ്ഞത് ഇന്ന് മുഴുവൻ എന്റെ കൂടെ ഉണ്ടാകുന്നു? എന്നിട്ടിപ്പോ ആരോ വിളിച്ചപ്പോ നിനക്ക് പോകണല്ലേ? അവൻ ദേഷ്യം കൊണ്ട് വല്ലാണ്ടായി. ഓ, നിനക്കെന്ത് പറഞ്ഞാ മനസ്സിലാവില്ലേ? പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന്. അവൾ ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കി ഇടകലർന്നുകൊണ്ട് ചോദിച്ചു. ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്താൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ മറ്റേ കൈ കൂടെ മുറുകെ പിടിച്ച് വീണ്ടും പറഞ്ഞു. അമൃത, പോവരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. ഞാൻ നീ പറയുന്ന ഒക്കെ കേൾക്കാം. നീ പറയുന്നിടത്തേക്ക് എല്ലാം കൊണ്ടുപോവാം. നീ ചോദിക്കുന്നത് എന്തും തരാം. അവനിങ്ങനെ കെഞ്ചുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. അവന്റെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം കണ്ടപ്പോൾ അമൃത ശരിക്കും ഞെട്ടിപ്പോയി. ദേവ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? മാറി നിൽക്ക്. ഒരു സീൻ ഉണ്ടാക്കരുത് പ്ലീസ്. അവളും ആവും വിധം അവനോട് പറഞ്ഞു നോക്കി. അമൃത, ഇത് നമ്മുടെ അവസാനത്തെ ദിവസമല്ലേ? നീ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് ശരിയാണോ? അവൻ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. മതി ദേവ്, നിർത്ത് നിന്റെ ഡ്രാമ. ഞാൻ പോകുന്നു. അമൃത അധിക സമയം അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. ശ്രീദേവിന്റെ ഭാവം പെട്ടെന്ന് മാറി. അപ്പോ അവൻ നിനക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണല്ലേ? മാത്യുവിനെ ഉദ്ദേശിച്ച ശ്രീദേവ് ആ ചോദ്യം ചോദിച്ചത്. അതെ. അവൾ ആര്യനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ കഴിഞ്ഞേ ഈ ഭൂമിയിൽ എനിക്ക് വേറെ ആരുള്ളൂ. അച്ചുവിനോടുള്ള സ്നേഹത്തിൽ, ആ മകനോടുള്ള സ്നേഹത്തിൽ അമൃത പറഞ്ഞു. പക്ഷേ ശ്രീദേവ് അവളെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ മാത്രം ഇമ്പോർട്ടന്റ് ആണല്ലേ അവൻ? എന്നാ ശരി, അങ്ങനെയാവട്ടെ, നിനക്ക് പോകാം എന്നു പറഞ്ഞ് ദേഷ്യത്തോടു കൂടെ അവളുടെ കൈകൾ വിട്ടു. അവൾ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ഇറങ്ങി താഴേന്നൊരു വണ്ടി വിളിച്ച് വേഗം ഹോസ്പിറ്റലിലെത്തി. അച്ചുവിന് എന്ത് സംഭവിച്ചെന്നറിയാതെ അവൾ ആകെ സങ്കടത്തിലായിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. തന്റെ ജീവന്റെ ജീവനായ അച്ചുവിന് ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഐസുവിന് അടുത്തേക്ക് നടന്നു. അതേസമയം ശ്രീദേവ് അവളോടുള്ള ദേഷ്യത്തിലും വാശിയിലുമായിരുന്നു. അവനോ ആരോടൊന്നില്ലാത്തൊരു അരിശം തോന്നി. വീടിനുള്ളിലേക്ക് കയറി ചെന്ന് കണ്ടതെല്ലാം അടിച്ചു തകർത്തു. അവൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണമെല്ലാം ഒറ്റ തട്ടിന് താഴെയിട്ടു. അവളോടുള്ള ദേഷ്യം അടങ്ങുന്നതുവരെ അവൻ ഓരോന്ന് പുലമ്പിക്കൊണ്ടു നിന്നു. ഇതേ സമയം അമൃത ഐസിയുവിൽ എത്തുമ്പോൾ മാത്യു അടക്കം കുറച്ച് ഡോക്ടേഴ്സ് അവിടെ കൂടി നിന്നിരുന്നു. അച്ചുവിന്റെ കാര്യമാണ് അവര് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഐസിയുവിന്റെ കിളിവാതിലിലൂടെ അകത്തേക്ക് നോക്കി. പല പല ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് അവളുടെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം വിറയ്ക്കുകയും ഒരു താങ്ങിനായി അവൾ ചുറ്റും പരതുകയും ചെയ്തു. കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അമൃത, എന്താ ഇത്? മാത്യു അവളെ വന്ന് താങ്ങിക്കൊണ്ട് ചോദിച്ചു. എന്നാ അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ മാത്യുവിന് മേൽ തളർന്നു കിടന്നു. മാത്യു എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല. അതിനവൾക്കാവുന്നില്ല. ഐ ആം സോ സോറി അമൃത. ആര്യന്റെ പാരന്റ്സിന്റെ ഒരു സൈൻ വേണം. ഒരു നേഴ്സ് വന്ന് അവളോട് പറഞ്ഞു. അമൃത ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നിരുന്നു. അമൃത, പ്ലീസ് സൈൻ ദിസ്. നേഴ്സ് വീണ്ടും ആവർത്തിച്ചു. അമൃത അപ്പോഴും അങ്ങനെ കിടക്കുമ്പോ അമൃതേ എന്ന് മാത്യു തട്ടി വിളിച്ചു.
അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആ പേപ്പേഴ്സ് വാങ്ങിച്ചു. ആര്യൻ ഇനിയും ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തിട്ടില്ല, ഇതൊന്ന് സൈൻ ചെയ്തു തരണം. നേഴ്സ് മടിച്ചു പറഞ്ഞു. അമൃത ആകെ ഭയക്കും. എന്നുവെച്ചാ എന്റെ കുഞ്ഞ് രക്ഷപ്പെടില്ലേ? ഞാനിത് ഒപ്പിടില്ല, അവനെ എനിക്ക് ജീവനോട് വേണം. അമൃത പെട്ടെന്ന് കരഞ്ഞു ബഹളം വെക്കാൻ തുടങ്ങി. അമൃത പ്ലീസ്, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി സൈൻ ചെയ്യിപ്പിക്കുന്നതാ, അല്ലാതെ അവന് കുഴപ്പം വല്ലതും ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ല. നീ ഇത് ഒപ്പിട്ട് കൊടുക്കാതെ ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്യു അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാ അവളെ സമാധാനിപ്പിക്കാനോ മനസ്സിലാക്കാനോ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അവൾ അവന്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. മാത്യു, എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എനിക്ക് അവനില്ലാത്ത പറ്റില്ല. ഞാൻ എന്ത് വേണമെങ്കിലും തരാം, ആരോട് വേണമെങ്കിലും കെഞ്ചാം. നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അമൃത, നീ ഒന്ന് സമാധാനിക്കുന്നുണ്ടോ? അവനെ ഞങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ? നീ മാത്യുവിന്റെ ക്ഷമ കെട്ടു. അവൻ എന്തു പറഞ്ഞിട്ടും അവൾ കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ എങ്ങനെ സമാധാനിക്കും? പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. മാത്യു, നമുക്കിത് ശ്രീദേവിനോട് പറഞ്ഞാലോ? അവനെന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അവൻ എന്തെങ്കിലും ചെയ്യും. അവനോട് പറയാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാത്യുവിന്റെ കൈ പിടിച്ചു വലിച്ചു. അമൃതയെ നിർത്ത്, ശ്രീദേവൻ ഇനി ഒന്നും ചെയ്യാനില്ല. ആര്യനെ രക്ഷിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നീ ആവശ്യമില്ലാതെ ബഹളം വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അവനൊന്നും സംഭവിക്കില്ല. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, അവൻ ഇത്തിരിയും കൂടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ. നിനക്കറിയാത്തതല്ലോ അവന്റെ കണ്ടീഷൻ. മാത്യു അവളെ അവിടെ പിടിച്ചിരുത്തി ഒരുപാട് ദേഷ്യപ്പെട്ടു. ശേഷം ഒന്ന് സമാധാനത്തോടെ തുടർന്നു. നോക്ക്, അവനൊന്നും ഉണ്ടാവില്ല. ഈ പ്രായത്തിനിടയിലെ എത്ര വേദന തിന്നു അവൻ, എത്ര സർജറി കഴിഞ്ഞു, എന്നിട്ടും അവൻ തിരിച്ചു വന്നില്ലേ? ഇനിയും വരും. അവനൊന്നും സംഭവിക്കില്ല. അവന് നിന്നെ വിട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഒന്ന് സമാധാനപ്പെട്. അങ്ങനെ അവൾ സ്വയം സമാധാനിക്കാൻ പണിപ്പെട്ട് അവിടെ ഐസിയുവിന്റെ മുന്നിലിരുന്നു. അവന് വേണ്ടി എന്തു പ്രാർത്ഥിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഒരു ജന്മത്തിന്റെ പ്രാർത്ഥനകൾ മുഴുവനും അവൾ 5 കൊല്ലം കൊണ്ട് കരഞ്ഞു തീർത്തിരുന്നു. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെ അവൾ ആ ഐസിയുവിന് മുന്നിൽ അച്ചുവിനെ ഓർത്തിരുന്നു. അങ്ങനെ ഭാഗം 14 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.